ഇനി ഈ പെരുമ്പാവൂരിലെ തൊഴിൽ പീഡനം ഇതിൽ പോലീസ് എടുക്കുന്ന നിലപാട് എന്താണ് എന്നറിയാൻ കഴിയുന്നില്ല. കാരണം അറസ്റ്റ് നടക്കുന്നില്ല. സ്ഥാപനത്തിലെ മുൻ മാനേജർക്കെതിരെ 2 കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് മടിച്ചിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അന്വേഷണം ആരംഭിക്കുക തന്നെ ചെയ്തത്. വടകര സ്വദേശിയായ മുൻ മാനേജർ മനാഫിനെ അന്വേഷിച്ച് കോഴിക്കോടേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, എന്ത് നടപടികൾ പോലീസ് ഇതുവരെ സ്വീകരിച്ചു? വീണ, ഈ ഒരു പെരുമ്പാവൂരിലെ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടും അതിൽ പ്രചരിച്ച വ്യാജ ദൃശ്യങ്ങളുമായി അല്ലെങ്കിൽ അത്തരത്തിൽ ആണ് ഈ ദൃശ്യങ്ങളിലുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്ന ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാനേജരെ അന്വേഷിച്ച് കോഴിക്കോടേക്ക് പോലീസ് സംഘം പോകുമെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും എല്ലാം അറിയിച്ചിരുന്നു എങ്കിലും അത്തരം നടപടികളിലേക്ക് നീങ്ങുന്നില്ല. തങ്ങളെ ഉൾപ്പെടെ ഉള്ള ദൃശ്യങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നു. പൂർണ്ണമായും ആസൂത്രണം ചെയ്ത് പ്രചരിപ്പിച്ചതാണ് എന്ന കാര്യമാണ്. കാരണം ആദ്യം പോലീസിന്റെ ഒരു അന്വേഷണം നീങ്ങിയിരുന്നത് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള തൊഴിൽ പീഡനം എന്ന നിലയ്ക്കും സമാനതകളില്ലാത്ത ഒരു ക്രൂര പീഡനം നടന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് തേക്കാൻ കഴിയാത്ത ആളുകൾക്ക് മേൽ വലിയ തോതിലുള്ള പീഡനങ്ങളാണ് അവർ നടത്തിയിരുന്നത്. നിശ്ചിത ലക്ഷ്യങ്ങൾ നൽകിയും അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നായയെ പോലെ നടത്തിക്കുകയും എല്ലാം ചെയ്തത് എന്ന കാര്യമായിരുന്നു ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങളിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ആരും അങ്ങനെ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അവിടെ അത്തരം ഒരു പെരുമാറ്റം സ്ഥാപനത്തിൽ ആയിട്ടില്ല എന്ന കാര്യമായിരുന്നു. അത് വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ 2 കേസുകൾ കൂടി ഉണ്ടായിരുന്ന മനാഫിന്റെ അന്വേഷണ സംഘം കോഴിക്കോട് പോകുമെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നെല്ലാം പോലീസ് അറിയിച്ചിരുന്നത് എങ്കിലും തുടർന്ന് അത്തരം നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് വെള്ളിപ്പോക്ക് നയത്തിലേക്ക് ശ്രമിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നെല്ലാമുള്ള ഒരു വിശദീകരണവും ഒരു ഒഴുക്കൻ മറുപടിയും മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടത്താനോ ഈ ആളുകൾ, ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പരാതി എന്ന് പറയുന്നത് മാനേജർക്കെതിരെയാണ്. ആ മാനേജറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് പോകാനോ പോലീസ് തയ്യാറായിട്ടില്ല. വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വലിയ തോതിലുള്ള മാനസിക പ്രയാസം തങ്ങൾക്ക് ഉണ്ടാക്കി എന്നത് ഒരു കാര്യമായിരുന്നു ദൃശ്യങ്ങളിലുള്ള യുവാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിലൊന്നും തന്നെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നത്. ശരി ജിജീഷ്.